ചില സിനിമകൾ റിലീസാവുമ്പോൾ, ചില നടന്മാരുടെ സിനിമകൾ റിലീസാവുമ്പോൾ മലയാളത്തിൽ ആവർത്തിച്ച് കാണാറുള്ള ചില കോമഡി പരിപാടികളൊക്കെ ഉണ്ട്. അതിലൊന്ന്, നമ്മളൊരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഭയങ്കര ഹൈപ്പിൽ വന്നിട്ടുള്ളൊരു സിനിമ മോശമാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ പോലും വരാത്ത അത്രയും അറ്റാക്കുമായി അവരിറങ്ങും. ഒരു പുറപ്പാടാണ് പിന്നെ അങ്ങോട്ടേക്ക്. നമ്മൾ ആ സിനിമ എനിക്കത് വർക്കായില്ല എന്ന് പറയാവുന്നതിൻ്റെ പരമാവധി മാന്യതയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഫാമിലി ആയിപ്പോയി കണ്ട ഞങ്ങൾ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട ഡാഷ് 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 എന്ന് പറഞ്ഞ് ഒരു കുടുംബത്തും സംസാരിക്കാൻ പറ്റാത്ത ഭാഷയിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ട് പോകും. അവരെയാണ് നമ്മൾ കുടുംബ പ്രേക്ഷകരെന്ന് വിളിക്കേണ്ടതെന്ന് അവരും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. ഈ സിനിമ ഇതിനെക്കുറിച്ച് പല റിവ്യൂവേഴ്സും നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് പോയി. ഞങ്ങൾക്ക് അങ്ങനെ ചിരിക്കാനൊന്നും പറ്റിയില്ല, പക്ഷേ ഞങ്ങൾ ഫാമിലിയായി എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. എല്ലാവരും ഫാമിലിയായി പോയി കാണണം, കണ്ടവർക്കൊന്നും ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനുണ്ടാവില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഏതോ ഒരു ഹതഭാഗ്യം വന്നിട്ട് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി ഫാമിലിയായിട്ട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ താഴെ ഇവൻ്റെ റിപ്ലൈ പോകുന്നത് അത് പറഞ്ഞാൽ പറ്റൂല, സിനിമ കണ്ട ഒരാൾക്കും അതിനെക്കുറിച്ച് മോശം പറയാൻ പറ്റൂല എന്നാണ്. എടോ, അയാൾ കണ്ടതാടോ, അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ, പക്ഷേ ഈ സിനിമ കണ്ട ആർക്കും ഇതിനെക്കുറിച്ച് മോശം പറയാൻ പറ്റില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന അങ്ങനെ കുറേ കണ്ണ് കെട്ടി ഇറങ്ങിയിട്ടുള്ള ഫാൻസിന് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ അടുത്ത് റിലീസായ ആ പെർട്ടിക്കുലർ സിനിമയിൽ ഞാനൊരു പ്രത്യേക രംഗം കണ്ടു. ആ രംഗത്തെക്കുറിച്ച് അന്നത്തെ ദിവസം ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് പറയാതിരുന്നത് അവർ ആ സമയം വരെയും ആ ഒരു സീനിൽ വരുന്ന അഭിനേതാവിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും സിനിമ വലിയ വിജയമായിട്ടുണ്ട്. അതിൻ്റെ സക്സസ് സെലിബ്രേഷനാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു ആ പെർട്ടിക്കുലർ രംഗത്തിനെ കുറിച്ച് പറയണം. കാരണം ഇന്ത്യ ഒട്ടാകെ, ഒരുപക്ഷെ ലോകമൊട്ടാകെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖലകളിൽ ഒന്നിനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു സീനാണ് ആ സിനിമയിലുള്ളത്. മറ്റൊന്നുമല്ല, ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ തല്ലി പൊട്ടിക്കുന്ന ഒരു രംഗമാണ് ആ സിനിമയിലുള്ളത്. അത് കാണുമ്പോൾ കുറേ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ യൂട്യൂബിലൊക്കെ ഭയങ്കര പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആന്തരികമായ ചൊറിച്ചിലുണ്ടല്ലോ, ആ ചൊറിച്ചിലിന് ഒരു വലിയ ശമനം കൊടുക്കാൻ ആ സീനിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ പെർട്ടിക്കുലർ അഭിനേതാവ് ആ ഗോൾഡൻ പ്ലേ ബട്ടൺ എറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ നീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ സിനിമ മൊത്തത്തിൽ വർക്കാവാത്ത നമ്മൾ കുറച്ച് ആൾക്കാർ സിനിമ ഇഷ്ടപ്പെട്ടില്ല. സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള 100,000 കാരണമുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമ്പോൾ നിനക്ക് കൊണ്ടല്ലേ, നിനക്കൊക്കെ ഏറ്റു, ആ സിനിമയിൽ ഉദ്ദേശിച്ചത് നിന്നെയൊക്കെ ആടാ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേകതരം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത്തരം കമൻറ്റുകളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഈ പെർട്ടിക്കുലർ സിനിമ കണ്ട, ഈ സിനിമ ഇഷ്ടപ്പെടാതെ ഒരാളെയും വെറുതെ വിടൂല എന്ന് പറയുന്ന ഈ കുടുംബ പ്രേക്ഷകൻ ആ സിനിമ കാണുമ്പോൾ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല, ആ സിനിമയിൽ സിനിമയുടെ റിവ്യൂ ഇടുന്ന യൂട്യൂബേഴ്സിനെ അല്ല പറഞ്ഞിട്ടുള്ളത്. ആ സിനിമയിൽ അവർ അവഹേളിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ബ്യൂട്ടി വ്ളോഗേഴ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്, ഡെയിലി വ്ളോഗേഴ്സ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് കോണ്ടൻറ്റൊക്കെ കിട്ടുമ്പോൾ അതിനിരുന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ എൻ്റെ ഫോട്ടോയും കൂടി വെച്ചിട്ട് ഒരു തംബ്നെയിലൊക്കെ വെച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരാ, നമ്മൾ വളരെ വിശദമായി ഇനിയുള്ള ദിവസങ്ങളിൽ കാണും. അപ്പോൾ അവൻ്റെ തംബ്നെയിലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണി വ്ളോഗ്സിനെ വീട്ടിൽ കയറി അടിച്ച് വീട്ടമ്മ എന്ന് പറഞ്ഞിട്ടാണ്. പരമ്പരാഗതമായി സംസ്കാര സമ്പന്നമായ പൈതൃകമോ ഒന്നും അവകാശപ്പെടാനില്ലാത്തതിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ തംബ്നെയിലുടനീളമുണ്ട്. ബിഗ് ബോസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ അവർ ചരിഞ്ഞു നിൽക്കുന്ന 2 ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് പണമൊന്നും ഇല്ലാതായപ്പോൾ ഇയാൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഇട്ടിട്ട് ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് തംബ്നെയിൽ അടിച്ചിട്ടുണ്ട്. ആ റേഞ്ചിൽ സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകളാണ് കുടുംബ പ്രേക്ഷകർ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് കുടുംബ പ്രേക്ഷകരെ അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നിന്നെയൊക്കെയാടാ ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. എടാ, നാഗേച്ചിയുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന മകനെ, അത് നിന്നെ ഉദ്ദേശിച്ചിട്ടാണ്. നിന്നെയാണ് ആ സിനിമയിൽ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല, സിനിമയുടെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ലോജിക്കലി ഒട്ടും യോജിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അത് ആ തിരക്കഥാകൃത്തിൻ്റെ, പെർട്ടിക്കുലർ തിരക്കഥാകൃത്തിൻ്റെ സിനിമകളിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ എറിഞ്ഞുടച്ചിട്ട് ഇത്രയേ ഉള്ളൂ നീ എന്ന് പറയുന്ന ധാർഷ്ട്യം ഉണ്ടല്ലോ, അത് മലയാള സിനിമയിലെ നായകന്മാർക്ക് തലമുറകളായി കൈമാറി കിട്ടിയിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഒരു വലിയ വേർഷൻ പണ്ട് ദി കിങ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, നീ ഒരു പെണ്ണായിപ്പോയി, വെറും പെണ്ണ്. കാരണം നായകൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വെറുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്ക് യാതൊരു വിലയുമില്ല. നായകൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇയാൾ നിഷ്പ്രഭമായി പോകും എന്നുള്ളതാണ്. അതുപോലെ വേറെ ചില സിനിമകളൊക്കെ ഉണ്ട്, ഈ സ്ത്രീകളെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ പച്ചമാങ്ങ തിരിച്ച് കളയും, 10 മാസം നിന്നെ ഞാൻ കഷ്ടപ്പെടുത്തി കളയും എന്ന് പറയുന്ന ഡയലോഗ്, പിന്നെ ഒറ്റ റേപ്പ് അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ പുച്ഛം ഡയലോഗുകളെല്ലാം ഇത്തരം നായകന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്ന തിരക്കഥാകൃത്തുക്കളാണെങ്കിലും ഒരു ഉളുപ്പുമില്ലാതെ ആ ഡയലോഗുകൾ വിളിച്ചു പറയുന്ന നായകന്മാരാണെങ്കിലും അവരുടെയൊക്കെ പ്രധാന സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ നീയൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതിപ്പോൾ നായികമാരോട്, സ്ത്രീകളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണെങ്കിൽ ചില ജോലി ചെയ്യുന്ന വിഭാഗം ആളുകളോട് ഇതേ പുച്ഛം അവർ കാണിക്കാറുണ്ട്. സിനിമയിലെ പോലീസ് കഥാപാത്രങ്ങളോട് അവരെന്തെങ്കിലും ഈ നായകനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരെ ഒട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും കേസിൽപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജോലി കളയുകയൊക്കെ ചെയ്തുകൊണ്ട് പോലീസുകാരോട് പറയും
പറയും നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്ന്. അതുപോലെ വക്കീലന്മാരോട് ചിലപ്പോൾ പറയും നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ മുകളിൽ വളരാൻ നിങ്ങളായിട്ടില്ല. പത്രക്കാരോട് പറയും, പൊളിറ്റീഷ്യൻസിനോട് പറയും നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്ന്. പിന്നെ ഇപ്പോൾ സിനിമയിലാണെങ്കിലും സിനിമയ്ക്ക് പുറത്താണെങ്കിലും ഈ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ ആണഹങ്കാരത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് പറയുന്ന ഡയലോഗ് നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളത്, അത് ചിലപ്പോൾ തല്ലി തോപ്പിച്ചിട്ട് പറയും. ഒരാൾ എന്തെങ്കിലും ഡയലോഗ് അടിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അയാളെ ഇടിച്ച് തല്ലി തോപ്പിച്ചിട്ടിട്ട് ലാസ്റ്റ് പറയും നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്ന്. ചിലപ്പോൾ കൊട്ടേഷൻ കൊടുത്ത് ഒരാളെ കീഴ്പ്പെടുത്താൻ നോക്കിയിട്ട് അയാളോടും പറയാൻ ശ്രമിക്കും നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്ന്. ഒരാളുടെ മാനം കെടുത്തിയിട്ട് പറയും നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്ന്. ഇതെല്ലാം വരുന്നത് ഈ അഹന്തയുടെ, ഈ ഉള്ളിക്കിടക്കുന്ന അഹങ്കാരത്തിൻ്റെ പുറത്ത് വരുന്ന. ഇനി ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ മറ്റ് പല മേഖലയിലുള്ള ആളുകൾക്കും ഉള്ളിൽ വല്ലാത്ത സങ്കടമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ആളുകളുടെ സ്നേഹം അവർ പിടിച്ചു വാങ്ങുന്നുണ്ട്, ഒരുപാട് പണം അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉടായ്പ് കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷേ കുറേ ആൾക്കാരുടെ സ്നേഹം പിടിച്ചു പറ്റുന്ന ആളുകളെ കാണുമ്പോൾ ഉള്ളിൽ നിന്ന് സഹിക്കാൻ പറ്റാതെ വരും. ഇത് മുഴുവൻ എനിക്കുള്ളതാണ്, എനിക്ക് മാത്രമുള്ളതാണ്, എൻ്റെ കീഴിലാണ് ഇതെല്ലാം നിൽക്കേണ്ടത് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ പുറത്താണ്. ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് വേണം. നിങ്ങൾ ചുമ്മാ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നോക്കിക്കോളൂ. അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എളുപ്പ വഴികളിലൂടെ അത് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട്. അവർ ഏത് സമയത്താണ് തകർന്നു വീഴുന്നതെന്നും നമ്മൾ കാണാറുണ്ട്. എന്തായാലും 1,00,000 സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയാലാണ് ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക. അത് കഴിഞ്ഞൊരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വേണം. ഈ സിനിമയ്ക്കകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അവളുടെ കല്യാണവും പരിപാടികളും എല്ലാം കാണിച്ച് എങ്ങനെയൊക്കെയോ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ സ്വന്തമാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉടായ്പ വഴികളിലൂടെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പുരസ്കാരം, അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കൊടുത്തിട്ടുള്ള അംഗീകാരമാണ് നിങ്ങൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഗെയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ തരാമെന്നുള്ളത്. ഇതൊരു സ്വപ്നമായി കൊണ്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് സ്വന്തമാക്കിയിട്ടുള്ള വേറെയും ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ആ പുരസ്കാരം എറിഞ്ഞുടച്ചിട്ട് നീയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഡയലോഗ് ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. കാരണം യൂട്യൂബിലെയോ ഇൻസ്റ്റാഗ്രാമിലെയോ ഫേസ്ബുക്കിലെയോ കൂടെ കിട്ടുന്ന വരുമാനം, ആ തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് നമുക്കതൊരു പുതിയ പരിപാടിയാണ്. നമുക്ക് കുറച്ച് പഴയ പരിപാടി പിടിക്കാം. ചില നടന്മാർക്കോ അല്ലെങ്കിൽ നടിമാർക്കോ ഒക്കെ കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് പോട്ടെ, ഇതൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു TV ചാനൽ കൊടുത്തിട്ടുള്ള അവാർഡ്, ആ അവാർഡ് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്ന് തറയിൽ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ആ അഭിനേതാവിൻ്റെ മുഖത്ത് നോക്കി താനൊക്കെ ഇത്രയേ ഉള്ളടോ എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് നല്ല വിഷമം ഉണ്ടാവില്ലേ? കാര്യം നമ്മുടെ TV അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് അവാർഡ് ഷോയ്ക്ക് വരുന്നത് അവർക്കൊക്കെ അവാർഡ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും സിനിമയുണ്ടെങ്കിൽ അവാർഡ് നൈറ്റിന് മോഹൻലാലാണോ മമ്മൂട്ടിയാണോ വരുന്നത് അയാൾക്ക് അവാർഡ് കൊടുക്കും. രണ്ടുപേരും വരികയാണെങ്കിൽ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവാർഡുകൾ കൊടുക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ കിട്ടുന്ന അവാർഡ് അതൊരാൾ എറിഞ്ഞു പൊട്ടിച്ചിട്ട് ഇത്രയേ ഉള്ളൂ നീ എന്നുള്ള ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടാകും. നാളൊരു പോലീസുകാരനോട് അയാൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മെഡലൊക്കെ ഒരാൾ ചുറ്റിയേക്ക് അടിച്ചു പൊട്ടിച്ചിട്ട് പറയാണ് താനൊക്കെ ഇത്രയേ ഉള്ളടോ എന്ന് പറയുന്നത്, അത് എവിടത്തെ പരിപാടിയാണ്? അപ്പോൾ അത്തരം രംഗങ്ങൾ കാണുമ്പോൾ കുറേ ആളുകൾക്ക് പൊളിയും. എനിക്ക് പേഴ്സണലി ആ രംഗം കണ്ടപ്പോൾ പൊളിഞ്ഞത് എനിക്ക് കിട്ടിയ എന്തെങ്കിലും തകർത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെന്തോ കുറച്ച് കാണുന്നോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബേസിക് ക്വാളിറ്റി പോലും ഇല്ലാത്ത എഴുത്തുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വാദിക്കാം, ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ അങ്ങനത്തെ ഉടായ്പൊക്കെ കാണിക്കുന്ന ഒരു കഥാപാത്രത്തിനെയല്ലേ ആ സിനിമയിൽ കാണിച്ചത്, അതിലിപ്പോൾ എന്താ കുഴപ്പം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ആ എൻറ്റയർ സിനിമ നമ്മൾ എടുത്ത് നോക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആവുന്ന, ഇൻഫ്ലുവൻസേഴ്സ് ആവുന്ന എല്ലാ ആൾക്കാരെയും വളരെ മോശമായി മാത്രമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല കുറേ ആൾക്കാരുടെ ജീവൻ കളഞ്ഞിട്ട് പോലും നമുക്ക് നമ്മുടെ കാര്യം സാധിക്കണം എന്നുള്ള രീതിയിൽ വളരെ സെൽഫിഷ് ആയിട്ടുള്ള, വളരെ റോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് സിനിമയിലുടനീളം കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ക്ലൈമാക്സ് ഉണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല ആ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ളവരെയും നമ്മൾ ക്ഷമിച്ച് പുറത്ത് അംഗീകരിക്കുക എന്നുള്ളതാണോ കുടുംബസ്നേഹം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിൻ്റെ OTT റിലീസൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത്രയും ഇൻഡെപ്ത് ഒന്നും പോകുന്നില്ല. പക്ഷേ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും മറ്റേത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന ആളുകളുണ്ട്, ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ആളുകളുണ്ട്. സിനിമ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട്, കലാകാരൻ എന്ന് പറയുന്ന ഒരു ടാഗ് സ്വയം കൊണ്ടു നടക്കുന്നതുകൊണ്ട് നമുക്ക് ആരുടെ മെക്കിട്ട് വേണമെങ്കിലും കയറാം, പക്ഷേ ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശമാണ്. പത്രം ഇടാൻ പോകുന്ന പയ്യൻ്റെ കയ്യിൽ നിന്ന് അവൻ അന്നിടുന്ന പത്രം വാങ്ങിച്ച് കത്തിച്ച് കളഞ്ഞിട്ട് നീയൊക്കെ ഇത്ര ഉള്ളടാ എന്ന് പറയുന്ന അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചീപ്പ്നെസ് ഇല്ലേ, ഏകദേശം അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരാൾ കഷ്ടപ്പെട്ട് മേടിച്ച ഒരു അംഗീകാരം തല്ലി തകർത്തിട്ട് നീയൊക്കെ ഇത്ര ഉള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഇത്രയൊക്കെ കണ്ടു കഴിയുമ്പോൾ കുറച്ച് ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, നിങ്ങളും കുറേ സിനിമയൊക്കെ കുറ്റം പറയാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ അധ്വാനവും കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കണ്ടേ? അങ്ങനെ നിങ്ങൾ കുറ്റം പറയുന്ന സ്ഥിതിക്ക് അവർ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണ്ടേന്ന്. വിമർശനം എന്ന് പറയുന്നത്
ഹെൽത്തി ആയിട്ടുള്ളൊരു വിമർശനമാണെങ്കിൽ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും കേൾക്കാനുമുള്ള ഒരു ക്ഷമ കാണിക്കണം. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സിനിമയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമകളോ ആ സിനിമകളെ വിമർശിക്കുന്ന സമയത്ത് അത് വ്യക്തികളെ വിമർശിക്കുന്നതാണ് എന്ന് പ്രത്യേകം പറഞ്ഞു പരത്തി വ്യാജ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ എന്ന് വീഡിയോസ് റിമൂവ് ചെയ്യാൻ നോക്കി എന്നെ എല്ലാവരും ദ്രോഹിക്കുന്നേ എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയിരുന്നിട്ട് കാര്യമില്ല. വിമർശനത്തിൽ കഴമ്പുണ്ടോ നോക്കണം. മാത്രമല്ല ആ വിമർശനങ്ങളിൽ എവിടെയും ഇയാളൊക്കെ എന്തിനാണ് ഇനി സിനിമ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് സിനിമയുടെ ഭാഗമായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ചോദ്യങ്ങളൊന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും നാൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു നേട്ടത്തിനെ എറിഞ്ഞുടച്ചിട്ട് നീയൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഡയലോഗ് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം അപ്പുറത്തെ സൈഡിൽ സംഭവിച്ചിട്ടുള്ളത് അത് വിമർശനമല്ല, അവഹേളനമാണ്. ഒരു തൊഴിൽ മേഖലയെ, അവിടുത്തെ നേട്ടങ്ങളെ അവഹേളിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് ചെയ്തത്. അവഹേളിക്കുന്നതിനെ നമ്മൾ വിമർശിക്കും. ആ വിമർശനം പോലും ക്രിയാത്മകമായി ചെയ്യാനുള്ള ഒരു ശ്രമം ഈ സൈഡിൽ നിന്നുണ്ടാവും. പിന്നെ ദുൽഖർ സൽമാൻ എൻ്റെ അമ്മക്ക് വിളിച്ചു, അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞ് തംബ്നെയിൽ ഉണ്ടാക്കുക, പിന്നെ എന്നെ വീട്ടിൽ കയറി അടിച്ചു വീട്ടമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ തംബ്നെയിലുകൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന സാറിനെ നമ്മൾ ഇനി കാണും. പക്ഷേ അത് വളരെ വിശദമായി ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നിൽ വെച്ചിട്ടായിരിക്കും അവിടെ കാണാൻ സഹോദര. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും 2025 ആണ്ടിലേക്ക് എത്തുമ്പോൾ മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ, അവളെ നന്നാക്കിയെടുക്കുന്ന കുടുംബസ്നേഹിയായ ഭർത്താവ് എന്ന വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രമേയം വീണ്ടും അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്, അതിന് കുടുംബ പ്രേക്ഷകർ എത്തുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു വലിയ വിജയമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.